Hello friends, welcome to my YouTube channel. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൽ വന്ന കിടിലം ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 2-3 ദിവസത്തിന് മുന്നാടിയായിട്ട് വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ നിലവിൽ വന്നു. അതായത് വാട്സപ്പ് വഴി നല്ല സ്റ്റിക്കറുകൾ അയക്കുവാൻ സാധിക്കും എന്നുള്ളത്. നമുക്ക് തന്നെ അറിയാമായിരിക്കും, നമുക്കും പലപ്പോഴും സ്റ്റിക്കറുകൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വാട്സപ്പ് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ദിസ് വേർഷൻ ഈസ് നോട്ട് അവൈലബിൾ, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് ലഭ്യമല്ല എന്നായിരിക്കും അതിൽ കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ലഭ്യമാവുകയില്ല എന്നുള്ളതാണ്. വാട്സപ്പിന്റെ ബീറ്റ ടെസ്റ്റർ വേർഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ, അത്തരം വാട്സപ്പ് വേർഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു ഫീച്ചർ ലഭ്യമാവുകയുള്ളൂ. അവർക്ക് മാത്രമേ ഇത്തരം സ്റ്റിക്കറുകൾ അയക്കുവാനോ മറ്റുള്ളവർ തരുന്നത് സ്വീകരിക്കുവാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും വാട്സപ്പിന്റെ ബീറ്റ വേർഷൻ ടെസ്റ്റർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ബീറ്റ വേർഷൻ ടെസ്റ്റർ ഫുൾ എന്നായിരിക്കും കാണിക്കുക. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഗൂഗിൾ ക്രോം വഴി ഒരു റിക്വസ്റ്റ് കൊടുത്ത് ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇന്നലെ വരെ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതും സാധിക്കുകയില്ല, കാരണം അതും ഇപ്പോൾ ഫുൾ ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിന്റെ ബീറ്റ വേർഷൻ ടെസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റിക്കറുകൾ അയക്കുവാനും സ്വീകരിക്കുവാനും സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഇനിയുള്ള അവസാന വഴി എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പിന്റെ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് തന്നെ. അപ്പോൾ ഇത്തരം വാട്സപ്പിന്റെ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വളരെ കുറച്ച് സ്റ്റിക്കറുകൾ മാത്രമേ വാട്സപ്പ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുള്ളൂ, ഉപയോഗിക്കുന്നതിനായിട്ട് തരുന്നുള്ളൂ. എന്നാൽ എക്സ്ട്രാ സ്റ്റിക്കേഴ്സുകൾ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എക്സ്ട്രാ സ്റ്റിക്കേഴ്സുകൾ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറ്റുമൊക്കെ, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റിക്കറുകൾ നമ്മുടെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ല സ്റ്റിക്കറുകൾ, മലയാളത്തിലുള്ള നല്ല സ്റ്റിക്കേഴ്സുകൾ, നല്ല ലെറ്റേഴ്സുകളുള്ള സ്റ്റിക്കറുകൾ ലഭ്യമാകുന്ന ഒരു കിടിലം ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണിത്. ഒരുപാട് സ്റ്റിക്കറുകൾ ആ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷന്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നാടിയായിട്ട്, അതായത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നാടിയായിട്ട്, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകും. അപ്പോൾ നമുക്ക് ആ സ്റ്റിക്കറുകൾ എങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൽ ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിന് മുന്നാടിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴെ കാണുന്ന, അതായത് എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ കാണുന്ന ലിങ്ക് വഴി നിങ്ങളുടെ വാട്സപ്പ് ബീറ്റ വേർഷൻ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ വാട്സപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം, എങ്ങനെയാണ് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യുന്നതെന്നും കാണാം. ഫ്രണ്ട്സ്, നിങ്ങളുടെ വാട്സപ്പ് ബീറ്റ വേർഷൻ ആക്കിയതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആർക്കാണോ സ്റ്റിക്കറുകൾ അയക്കേണ്ടത് അവരുടെ പേജ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ആയിട്ട് താഴെയായിട്ട് സ്മൈലിയുടെ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട് സ്മൈലിയുടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് GIF എന്നുള്ളതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു പുതിയൊരു ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഐക്കണുകൾ, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ ചില സ്റ്റിക്കറുകൾ, ഈ പറയുന്ന സ്റ്റിക്കറുകളല്ല, ഈ സ്റ്റിക്കറുകളെല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കറുകളാണ്. വാട്സപ്പ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റിക്കറുകളല്ല, ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റിക്കറാണ്. ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ വാട്സപ്പിൽ ഇതേപോലുള്ള സ്റ്റിക്കറുകൾ ആഡ് ചെയ്ത് മറ്റുള്ളവർക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് ആ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് സെറ്റിങ്സുകളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് സ്റ്റിക്കറുകളും അതുപോലെ തന്നെ ഒരുപാട് ലെറ്റേഴ്സുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ഐക്കൺ പാക്ക് ആണോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് കൊണ്ടുവരേണ്ടത്, ജസ്റ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ പാക്ക് ആഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ എത്ര
എത്ര ഐക്കൺ പാക്കുകൾ വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര സ്റ്റിക്കർ പാക്കുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി പ്ലസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് 1 കൊടുത്ത് ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വാട്സപ്പിൽ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സ്റ്റിക്കറുകൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് സ്റ്റിക്കറുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ടെക് ടീം.